പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്തിയെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഭരണകൂടത്തിന് മൂക്കിന് താഴെ പുഴുക്കളെ പോലെ നരകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്വകാര്യ സ്ഥലങ്ങളിലാണ് 150ഓളം കുടുംബങ്ങൾ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ കഴിയുന്നത്. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത ഈ ഷെഡുകൾക്ക് വാടകയും സ്ഥലമുടമകൾ ഇവരിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ തല ഉത്തരത്തിൽ മുട്ടും, നീണ്ടു നിവർന്നു കിടന്നാൽ കാൽ പുറത്തെത്തും. ഈ കുടിസുമുറിയിലാണ് 3, 4, 5 പേരടങ്ങുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒറ്റപ്പാലത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഏതാണ്ട് 50ഓളം ഷെഡുകളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ഇതുപോലെ നിർമ്മിച്ചിരിക്കുന്നത്. ഹിന്ദി, തമിഴ് തൊഴിലാളികൾ താമസിക്കുന്ന ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കാൻ പോലും വേണ്ടത്ര സൗകര്യമില്ല. 60-ൽ പരം കുടുംബങ്ങൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശത്ത് 2, 3 കക്കൂസുകൾ മാത്രമേയുള്ളൂ. കുളിക്കാനും വസ്ത്രം മാറാനും വേണ്ട സൗകര്യങ്ങൾ പേരിനു പോലുമില്ല. തദ്ദേശവാസികളായ സ്ഥലമുടമകൾ തന്നെയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ തൊഴിലെടുക്കുന്ന ഇവർക്കായി ഈ കുടിസു ഷെഡുകൾ ഒരുക്കിയിരിക്കുന്നത്. തീരെ സൗകര്യമില്ലാത്ത ഈ സ്ഥലത്തിന് തറവാടകയും തൊഴിലാളികളിൽ നിന്ന് സ്ഥലമുടമകൾ വാങ്ങുന്നുണ്ട്. ഇവിടെ ചെറിയ ഇടുങ്ങിയൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. വെള്ളത്തിനായിട്ട് ആശ്രയിക്കുന്നത് ഇവിടെ ഒറ്റ ടാപ്പാണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒറ്റപ്പാലത്ത് തന്നെ പല പ്രദേശങ്ങളിലും ഇത്തരം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടായിട്ട് താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ മഴക്കാലത്ത് മലമ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഈ പ്രദേശത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് നഗരസഭാ അധികൃതർ നേരിട്ടെത്തി ഇത്തരത്തിൽ ശോചനീയമായ അവസ്ഥയിൽ ആളുകളെ പാർപ്പിക്കുന്നത് തടഞ്ഞിരുന്നുവെങ്കിലും മഴക്കാലം കഴിഞ്ഞതോടെ അധികൃതരും ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെയായി. തൊഴിലാളികളെ കേരളത്തിൽ ജോലിക്കായി എത്തിക്കുന്ന കോൺട്രാക്ടർമാരും ഇവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. ഭാരതപ്പുഴയോരത്ത് അതിരൂക്ഷമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇവരുടെ നരകജീവിതം വഴിയൊരുക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി കുടുംബങ്ങളാണ് ഈ ചേരി പോലുള്ള സ്ഥലത്ത് കുടിസുമുറിയിൽ കഴിയുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് സമീപകാലങ്ങളിൽ തന്നെ ഇത് നയിച്ചേക്കാം. നടപടിയെടുക്കേണ്ടത് അധികാരികളാണ്. കണ്ണു തുറക്കേണ്ടത് പൊതുസമൂഹമാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.